ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അഖിലേഷ് എന്നാണ്. ഞാൻ കോർ ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂരിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റിയാണ്. നമ്മൾ ഇന്ന് HVAC സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന റെഫ്രിജറേഷൻ സൈക്കിൾസിനെ കുറിച്ച് നോക്കാം. അപ്പം റെഫ്രിജറേഷൻ സൈക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് പല റെഫ്രിജറേഷൻ സൈക്കിൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം ഉണ്ട്, വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം ഉണ്ട്, ബെൽ കോൾമൻ സൈക്കിൾ ഉണ്ട്, സ്റ്റിർലിംഗ് സൈക്കിൾ ഉണ്ട്, അങ്ങനെ പല ടൈപ്പിലെ റെഫ്രിജറേഷൻ സൈക്കിൾസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇന്ന് നോക്കാം. ഓക്കെ, എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ടൈപ്സ് ഓഫ് റെഫ്രിജറേഷൻ സൈക്കിൾ: വേപ്പർ കംപ്രഷൻ സൈക്കിൾ, വേപ്പർ അബ്സോർപ്ഷൻ സൈക്കിൾ, ഗ്യാസ് സൈക്കിൾ, അല്ലെന്നുണ്ടെങ്കിൽ ബെൽ കോൾമൻ സൈക്കിൾ, സ്റ്റിർലിംഗ് സൈക്കിൾ. ഇത് കുറച്ച് റെഫ്രിജറേഷൻ സൈക്കിൾസ് ആണ്. ഇതിനകത്ത് നമുക്ക് വളരെ കോമൺ ആയിട്ടും ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റെഫ്രിജറേഷൻ സൈക്കിളാണ് വേപ്പർ കംപ്രഷൻ സൈക്കിൾ. ഓക്കെ, നമുക്ക് ആ വേപ്പർ കംപ്രഷൻ സൈക്കിളിനെ കുറിച്ച് ഇന്ന് നോക്കാം. ഇതാണ് നമ്മുടെ വേപ്പർ കംപ്രഷൻ സൈക്കിളിൻ്റെ ജനറൽ ആയിട്ടുള്ള ഒരു സെറ്റപ്പ്. അതിനകത്ത് നിങ്ങൾക്ക് കാണാം 4 കമ്പോണൻറ്റുകളുണ്ട്: കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൾവ്, ഇവോപ്പറേറ്റർ. ഓക്കെ, 4 കമ്പോണൻറ്റുകളുണ്ട്. ഇതിനകത്തുള്ള വർക്കിംഗ് ഫ്ലൂയിഡിന് നമ്മൾ പറയുന്ന പേരെന്ന് പറഞ്ഞാൽ റെഫ്രിജറൻ്റ് എന്നാണ്. ഓക്കെ, റെഫ്രിജറൻ്റ് എന്നാണ് അതിൻ്റെ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടുന്ന് കംപ്രസറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ കംപ്രസറിലേക്ക് ഈ പറയുന്ന വർക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ടുള്ള റെഫ്രിജറൻ്റ് എൻ്റർ ചെയ്യുമ്പോൾ അത് ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ആയിട്ടുള്ള ഗ്യാസ് ആയിട്ടായിരിക്കും നമ്മുടെ കംപ്രസറിലേക്ക് അത് എൻ്റർ ആവുന്നത്. ഓക്കെ, അങ്ങനെ കംപ്രസർ വർക്ക് ചെയ്ത് ആ ഗ്യാസിനെ കംപ്രസ് ചെയ്ത് അത് വെളിയിലേക്ക് വിടും. അപ്പം കംപ്രസറിൻ്റെ വെളിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ആയിട്ടുണ്ടായിരുന്ന ഗ്യാസ് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിലുള്ള ഒരു ലിക്വിഡായിട്ടായിരിക്കും വെളിയിലേക്ക് വരിക. ഓക്കെ, അങ്ങനെ കംപ്രസറിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന റെഫ്രിജറൻ്റ് നേരെ പോകുന്നത് നമ്മുടെ കണ്ടൻസറിലേക്കാണ്. ഓക്കെ, ഈ കണ്ടൻസറിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള നമ്മുടെ റെഫ്രിജറൻ്റ് അതിൻ്റെ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ അത് കംപ്ലീറ്റ് ഔട്ട്ഡോറിലേക്ക് അത് എക്സ്പെൽ ചെയ്യും. ഓക്കെ, അത് നാച്ചുറലായിട്ടും ഒക്കർ ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഫോഴ്സ്ഡ് ആയിട്ടും വേണമെന്നുണ്ടെങ്കിലും നമുക്കതിൻ്റെ ഹീറ്റ് എക്സ്പെൽ ചെയ്ത് കളയാം. അങ്ങനെ നമ്മൾ ഹീറ്റ് എക്സ്പെൽ ആയി കഴിയുമ്പോഴത്തേക്ക് അത് കണ്ടൻസറിൻ്റെ വെളിയിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ആ റെഫ്രിജറൻ്റ് ഹൈ പ്രഷറിൽ തന്നെയായിരിക്കും ഇരിക്കുക. അവിടെ പ്രഷറിൽ യാതൊരുവിധ പ്രശ്നങ്ങളും അല്ലെങ്കിൽ യാതൊരുവിധ വ്യത്യാസങ്ങളും നമ്മളവിടെ വരുത്തിയിട്ടില്ല. അവിടെ അപ്പോൾ ഹൈ പ്രഷറിലും നോർമൽ ടെമ്പറേച്ചറിലായിട്ടായിരിക്കും ഈ കണ്ടൻസറിൻ്റെ വെളിയിലേക്ക് ആ റെഫ്രിജറൻ്റ് വരിക. ഓക്കെ, അങ്ങനെ വരുന്ന റെഫ്രിജറൻ്റ് പിന്നെ നേരെ പോകുന്നത് നമ്മുടെ എക്സ്പാൻഷൻ വാൽവിലേക്കാണ്. ഓക്കെ, എക്സ്പാൻഷൻ വാൽവിൽ നമ്മുടെ തെർമോഡൈനാമിക്സിലെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എക്സ്പാൻഷൻ വാൽവിൽ സംഭവിക്കാൻ പോകുന്നത് അഡയബാറ്റിക് ആയിട്ടുള്ള ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സായിരിക്കും. ഓക്കെ, അഡയബാറ്റിക് ഇറിവേഴ്സിബിൾ പ്രോസസ്സായിരിക്കും നമ്മുടെ എക്സ്പാൻഷൻ വാൽവിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ നോർമൽ ടെമ്പറേച്ചർ ഹൈ പ്രഷറിലുള്ള റെഫ്രിജറൻ്റ് എക്സ്പാൻഷൻ വാൽവിലൂടെ കയറി ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ പ്രഷറിൽ ഭയങ്കരമായൊരു ഡ്രോപ്പ് സംഭവിക്കും. ഓക്കെ, അപ്പോൾ അവിടെ പ്രഷർ ഡ്രോപ്പ് ആകുമ്പോഴത്തേക്ക് അത് ലോ പ്രഷറിലേക്ക് ആവും. ഓക്കെ, ഹൈ പ്രഷറുള്ള സാധനം അത് ലോ പ്രഷറിലേക്ക് ആവും. അങ്ങനെ ലോ പ്രഷറിൽ നോർമൽ ടെമ്പറേച്ചറിലുള്ള നമ്മുടെ റെഫ്രിജറൻ്റ് പിന്നെ വരുന്നത് നമ്മുടെ ഇവോപ്പറേറ്ററിലേക്കാണ്. ഓക്കെ, ഇവോപ്പറേറ്റർ അല്ലെങ്കിൽ ഇവോപ്പറേറ്റർ കോയിൽ നമുക്കതിന് പറയാം. അങ്ങനെ നമ്മുടെ ഇവോപ്പറേറ്ററിലേക്ക് വരുന്ന നമ്മുടെ റെഫ്രിജറൻ്റ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ലിക്വിഡ് ഫോമിൽ നിന്ന് നേരെ അത് കംപ്ലീറ്റ് ആയിട്ട് ഗേഷ്യസ് ഫോമിലേക്ക് ഗ്യാസ് ഫോമിലേക്ക് അത് മാറും. ഓക്കെ, അങ്ങനെ ഒരു സ്റ്റേറ്റ് അത് ചേഞ്ച് ആവും. ആ സ്റ്റേറ്റ് ചേഞ്ച് ആകാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് എനർജിയുടെ ആവശ്യമുണ്ട്. ഓക്കെ, കുറച്ച് ഹീറ്റ് എനർജിയുടെ ആവശ്യമുണ്ട്. അതിന് നമ്മൾ സെപ്പറേറ്റ് ഹീറ്റ് നമുക്ക് അവിടെ നിന്ന് നമ്മൾ സപ്ലൈ ചെയ്യുന്നില്ല. ആ പറയുന്ന ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡോറിൽ നിന്നാണ് അത് വലിച്ചെടുക്കുന്നത്. ഓക്കെ, നമ്മുടെ അകത്ത് നമ്മുടെ കണ്ടീഷൻ സ്പേസിൽ നിന്നായിരിക്കും ആ ഹീറ്റ് അത് വലിച്ചെടുക്കുന്നത്. അങ്ങനെ ഈ ഹീറ്റ് വലിച്ചെടുക്കുമ്പോഴത്തേക്ക് അവിടെ ആബ്സെൻസ് ഓഫ് ഹീറ്റ് ഉണ്ടാവും. ആ ആബ്സെൻസ് ഓഫ് ഹീറ്റാണ് നമ്മുടെ ഇൻഡോർ തണുപ്പിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്കവിടെ തണുപ്പ് ഫീൽ ചെയ്യുന്നത്. അവിടെ ആ ഹീറ്റിൻ്റെ ആബ്സെൻസ് ആണ് നമുക്കവിടെ തണുപ്പ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇൻഡോറിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കണ്ടീഷൻ സ്പേസിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഹീറ്റ് വെച്ച് ഇവിടുന്ന് വരുന്ന നമ്മുടെ എക്സ്പാൻഷൻ വാൽവിൽ നിന്ന് ഇവോപ്പറേറ്ററിലേക്ക് വരുന്ന ആ റെഫ്രിജറൻ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇവോപ്പറേറ്റായി ഗ്യാസ് ആകും. ഓക്കെ, എന്നിട്ട് ആ ഗ്യാസ് ഇവോപ്പറേറ്ററിൻ്റെ വെളിയിലേക്ക് വരുമ്പോഴത്തേക്ക് ആ റെഫ്രിജറൻ്റ് ഇവോപ്പറേറ്ററിൻ്റെ വെളിയിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ലോ ടെമ്പറേച്ചർ ലോ പ്രഷറിലുള്ള ഫ്ലൂയിഡായിട്ടായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഗ്യാസ് ആയിട്ടായിരിക്കും അത് വെളിയിലേക്ക് വരിക. ആ വരുന്ന ലോ ടെമ്പറേച്ചർ ലോ പ്രഷർ ഗ്യാസ് ആയിരിക്കും തിരിച്ച് കംപ്രസറിലേക്ക് പോകുന്നത്. ഓക്കെ, പിന്നെ കംപ്രസറിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കംപ്രസറിൽ നിന്ന് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിലേക്ക് ആയ സാധനം നേരെ കണ്ടൻസറിലേക്ക് പോകുന്നു. കണ്ടൻസറിൽ വെച്ച് അതിൻ്റെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവുന്നു. പ്രഷറിലൊന്നും സംഭവിക്കുന്നില്ല. വീണ്ടും എക്സ്പാൻഷൻ വാൽവിൽ വരുന്നു. എക്സ്പാൻഷൻ വാൽവ് അതിൻ്റെ പ്രഷർ ഡ്രോപ്പ് ആവുന്നു. പിന്നെ നേരെ ഇവോപ്പറേറ്ററിലേക്ക് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇവോപ്പറേറ്റ് ആവുന്നു, കംപ്രസറിലേക്ക് പോകുന്നു. ഈ പ്രോസസ്സ് ഈ സൈക്ലിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ വേപ്പർ കംപ്രഷൻ സൈക്കിൾ നടക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നമ്മുടെ റെഫ്രിജറേറ്ററിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ AC ഒക്കെ നമുക്ക് ഇതുപോലുള്ള സിസ്റ്റങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ സ്പ്ലിറ്റ് AC കംപ്രസറും കണ്ടൻസറും വെളിയിലുള്ള ഔട്ട്ഡോർ യൂണിറ്റിലായിരിക്കും ഇരിക്കുക. കണ്ടൻസർ CC
ഓക്കെ, കംപ്രസർ ആൻഡ് കണ്ടൻസർ ഇത് നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റിലായിരിക്കും ഉണ്ടാകുക. പിന്നെ നമ്മുടെ അകത്തുള്ള ഇൻഡോർ യൂണിറ്റിൽ ഉണ്ടാകുന്നത് ഇവോപ്പറേറ്ററും എക്സ്പാൻഷൻ വാൽവ് ആയിരിക്കും, ഓക്കെ, എക്സ്പാൻഷൻ വാൽവ് ഇവോപ്പറേറ്റർ. ഇത് രണ്ടും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇൻഡോർ യൂണിറ്റിലായിരിക്കും ഉണ്ടാവുക AC നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നമ്മുടെ റെഫ്രിജറേറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇവോപ്പറേറ്റർ എന്ന് പറയുന്ന നമ്മുടെ കൂളിംഗ് നമുക്ക് തരുന്ന ഈ ഇവോപ്പറേറ്റർ എവിടെ ആയിരിക്കുന്നതെന്നറിയോ? അത് നമ്മുടെ ഫ്രീസറിന് ചുറ്റും ആയിരിക്കും ഇവോപ്പറേറ്റർ ഉണ്ടാവുക. ഇവോപ്പറേറ്റർ കോയിൽ ആ ഫ്രീസറിന് ചുറ്റുമായിരിക്കും അത് പോയിരിക്കുന്നത്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഫ്രീസറിൽ ഏറ്റവും കൂടുതൽ തണുപ്പുണ്ടാകുന്നത് നമ്മുടെ റെഫ്രിജറേറ്ററിൽ. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഈ പറയുന്ന വേപ്പർ കംപ്രഷൻ സൈക്കിൾ വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.